നമസ്കാരം, വെൽക്കം ടു ദി കെയർ ടോക്സ്. ഇന്ന് ഇതൊരു ഡാൻസ് ലെസന്റെ വീഡിയോ അല്ല. നമ്മൾ കുറച്ച് ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. ഒരു കാര്യം, വളരെ സന്തോഷമുണ്ട്, നിങ്ങൾ വീഡിയോസ് പലപ്പോഴും ഇടുന്ന വീഡിയോസ് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്ന കുറച്ച് ചെറിയ ചെറിയ കൊറിയോഗ്രാഫീസ് നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് അത് പ്രോഗ്രാമിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് കൊണ്ടാവാം അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിടുന്നത് നിങ്ങൾക്ക് വലിയ സന്തോഷമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു, ഗുണകരമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. അതാണ് ഞാനും എപ്പോഴും വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ അതിൻ്റെ ലിറിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇടുന്നത്. നമുക്ക് അറിയാത്തതാണ്, നമ്മൾ പഠിച്ചിട്ടാണ് ഇടുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. നാളെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾക്കൊന്നും കമ്പോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതൊരു കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ ധാരാളം വീഡിയോസ് ഞാനിങ്ങനെ ചെയ്യാം, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും നിങ്ങൾ താഴെ എഴുതുന്ന മെസ്സേജുകൾ ഞാൻ ശ്രദ്ധിക്കും, പക്ഷെ മറന്നു. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ഞാനിപ്പോൾ പറയുന്നതിൻ്റെ ഒരു പോയിന്റ് അതാണ്. ഒന്ന്, നിങ്ങൾക്ക് വേണ്ട സോങ്സ്, ഞാൻ കൊറിയോഗ്രാഫി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സോങ്സ് ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടുണ്ട്. കാരണം ഈ വീഡിയോയിൽ വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ അതിൻ്റെ താഴെ ഏത് സോങ് ആണ് കമ്പോസ് ചെയ്യേണ്ടതെന്ന് ഇട്ടാൽ അതിൻ്റെ സമയമനുസരിച്ച് നമ്മൾ ചെയ്യും. എനിക്ക് എല്ലാം നമുക്ക് അറിയുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എടുത്ത് പഠിച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് വേണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പം നടക്കൂലായിരിക്കും. എങ്കിലും നമ്മളെല്ലാം ചെയ്തിടാം, സമയം പോലെ ഞാൻ ഇടാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നമ്മുടെ ഹരിവരാസനം, അത് പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഈസിയാണ്. അത് ഞാൻ ഉടനെ അതിന്റെ വീഡിയോ ചെയ്തിടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം അവഗണിക്കുന്നതല്ല, മറന്നു പോകുന്നതാണ്. പല പല വീഡിയോസിന്റെ അടിയിൽ കിടക്കുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യൂ, നിങ്ങൾക്ക് വേണ്ട സോങ് ഏതാണെന്ന് കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്കത് വെച്ച് കൊറിയോഗ്രാഫി ചെയ്യാം, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് സോങ് വെച്ച് ചെയ്യാനായിട്ട്. ആ സോങ് വെച്ച് ചെയ്യുമ്പോൾ എല്ലാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പക്ഷേ ഞാൻ മറ്റൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സോങ്ങോട് കൂടി തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് കണ്ട് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ ചെയ്യും, ഉടനെ തന്നെ അത് ആരംഭിക്കുന്നതാണ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അതായത് നമ്മൾ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യാത്തത്. ഞാനൊരു സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്, ഒരു CBSE സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. പിന്നെ മറ്റൊരു അക്കാഡമിക്കലി മറ്റൊരു ജോലി കൂടിയുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ ഇടയിലാണ് നമ്മൾ ഇത്തരം വീഡിയോസ് ചെയ്തിരുന്നത്. യൂഷ്വലി ഈ വീഡിയോ എടുക്കുന്നത് ഇറ്റ് ഹാപ്പൻസ് ഓൺ സൺഡേസ്. അപ്പം കുറേ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് ചിലപ്പം പെട്ടെന്ന് ചെയ്തിടാനായിട്ട് പറ്റാത്തത്. ബട്ട് സ്റ്റിൽ ഞാൻ ഉറപ്പ് തരുന്നു, ഞാനിത് ചെയ്തു തരും, എന്നെ വീഡിയോസ് ചെയ്തിടും. എനിക്കും ഇതൊരു ലേണിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സോങ്സ് കമ്പോസ് ചെയ്യുമ്പോൾ ഞാനും പഠിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഇത് ഇത്രയും ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ അടവുകളുടെ കാര്യമാണ്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന കലാക്ഷേത്ര ബാണിയാണ്. ഞാൻ അപ്പോഴും പറയുന്നു, ഞാൻ കലാക്ഷേത്രം നേരിട്ട് പഠിച്ചതല്ല. സം മിസ്റ്റേക്സ് അല്ല, സം ഇംപെർഫെക്ഷൻസ് വിൽ ബി ദേർ, അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പക്ഷെ മാക്സിമം നമ്മൾ അതിന്റെ പെർഫെക്റ്റ് സൈഡ് തന്നെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി അങ്ങനെ തന്നെയാണ് ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നതും, അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് തരുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും മിക്ക സെറ്റ് ഓഫ് വീഡിയോസും വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പലർക്കും അതിങ്ങനെ കംപ്ലീറ്റ് കാണുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ തന്നെ അത് മുഴുവനും ഒന്ന് ചെയ്ത് കാണുന്നതൊക്കെ ആഗ്രഹം കാണാം. അതുകൊണ്ട് ഇനി എല്ലാ അടവുകളും ഞാൻ ആദ്യ താളത്തിൽ, ഐ മീൻ ഫസ്റ്റ് സ്പീഡിൽ, ആദ്യ താളമല്ല ഫസ്റ്റ് സ്പീഡിൽ ചെയ്തിടുന്നതാണ്. അതാണ് ഞാൻ കാട്ടടവും നാട്ടടവും ഇട്ടത്. അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്, നോക്കി അത് മനസ്സിലാക്കാവുന്നതാണ്. ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ. ബട്ട് സ്റ്റിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടി ഉള്ളത്, നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ബട്ട് ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദാറ്റ്. ഇപ്പം സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഇനി ഒരു ബാച്ച് എടുക്കുക, ഒരുപാട് ചെയ്യാൻ നമുക്ക് സമയമില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. പക്ഷെ ഇനി ഈ ഒരു വീഡിയോയ്ക്ക് കൂടെ താഴെ അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ വീണ്ടും അതിൻ്റെ നമ്പർ തരുന്നു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് ഗോ ഫോർ സെമി ക്ലാസിക്കൽ ആൻഡ് ക്ലാസിക്കൽ ഓൺലൈൻ ക്ലാസ്സസ്. സെമി ക്ലാസിക്കൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബേസിക്സ് ഇല്ലാതെ പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അത് സെമി ക്ലാസിക്കലിന് വരുന്നവർക്ക് വേറൊരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ആണ്. എല്ലാ അടവുകളൊന്നും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അത്യാവശ്യം വേണ്ട അടവുകളും ബോഡി എക്സസൈസ് പറ്റുന്ന പോലെയുള്ള അടവുകളും മുദ്രകളും ഒക്കെയാണ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഷോർട്ട് വീഡിയോയിൽ വന്നത്. നിങ്ങൾക്ക് ഇതിന്റെ താഴെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ജസ്റ്റ് കമന്റ് യുവർ സോങ്സ് വിച്ച് യു നീഡ് ടു കമ്പോസ് ടു കൊറിയോഗ്രാഫ്, ദാറ്റ് ഐ വിൽ ഡു.
താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. പ്ലീസ് കീപ് ഷെയറിങ്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്നൊന്നുമില്ല, പക്ഷെ കാണാൻ രസമൊക്കെ ഉണ്ട്. അപ്പം അത് കുറച്ച് നല്ലപോലെ വന്നാൽ നല്ലതാണ്, എനിക്ക് നല്ലതാണ്. അതിന്റെ ഫൈനാൻഷ്യൽ സൈഡൊന്നും നമ്മൾ നോക്കുന്നില്ല, പക്ഷെ കുറെ പേര് നമ്മളുടെ വീഡിയോസ് എടുക്കുന്നു, പഠിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷമാണ്. അതിന് വേണ്ടിയിട്ട് ഒത്തിരി പേരിലേക്ക് ഇത് എത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്നത് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പാകത്തിന് അത് എത്തണം എന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. സോ പ്ലീസ് കീപ് സപ്പോർട്ടിങ് മീ ഓൺ ദാറ്റ് സെൻസ്. ഓക്കെ, അപ്പം അതൊന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞാൻ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതും കൂടെ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ ഐ വിൽ ട്രൈ ടു ഡു ദാറ്റ്സ് ഓൾ. അപ്പം ഞാൻ സ്ക്രോൾ ചെയ്ത് വിടുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഓൺലൈൻ ക്ലാസ്സസ് കൂടി ഉണ്ടാവും. ഒരുപാട് ക്ലാസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അത് ഒത്തിരി പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ടൈമിൻ്റെ പ്രശ്നമുണ്ട്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ലവ് യു. കീപ് സപ്പോർട്ടിങ് മീ. വിനീഷ് കെ മേനോൻ, പ്രയാഗ് കലാക്ഷേത്രം, കോതമംഗലം, എറണാകുളം, കേരള. താങ്ക് യു.